ഹലോ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഹുക്സ് ആൻഡ് ഹോബീസ്. ഇന്ന് ഞാനൊരു ബ്യൂട്ടിഫുൾ ടൂലിപ്പ് ഹെഡ് ബാൻഡാണ് ചെയ്തിരിക്കുന്നത്. ഇതിനായി ഞാൻ 3 ടൈപ്സ് ഓഫ് യാൺ യൂസ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളർ, ഗ്രീൻ ആൻഡ് പിങ്ക് കളർ. ഇതെല്ലാം മീഡിയം വെയ്റ്റ് അക്രിലിക് യാൺസ് ആണ്. കൂടാതെ ഇതിനായി ഞാൻ 4mm ക്രോഷേ ഹുക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നൗ ലെറ്റ്സ് സീ ഹൗ ടു ക്രോഷേ ദിസ് ബ്യൂട്ടിഫുൾ ടൂലിപ്പ് ഹെഡ് ബാൻഡ്. ഫസ്റ്റ് നമ്മളൊരു ചെയിനാണ് ഉണ്ടാക്കുന്നത്. ഇത് മൾട്ടിപ്പിൾ ഓഫ് 3+2. നിങ്ങൾക്ക് ഏത് സൈസ് ഹെഡ് ബാൻഡാണോ ഉണ്ടാക്കേണ്ടത് ആ സൈസ് അനുസരിച്ചിട്ട് കൗണ്ട് എടുക്കാവുന്നതാണ്. അതായത് വേണ്ടത് മൾട്ടിപ്പിൾ ഓഫ് 3+2. ഞാനിവിടെ 54+2 56 ചെയിനാണ് ചെയ്യുന്നത്. ഞാനിവിടെ ചെയിൻ 56 ചെയ്യുകയാണ്. അതായത് 54 is a divisible by 3. 54+2 ആണ് എൻ്റെ കൗണ്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. 1 2 3 4 5 6 7. എൻ്റെ ചെയിൻ 56 ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് റൗണ്ട് 2. ഞാൻ ഈ റൗണ്ട് 2-ൽ എല്ലാ ചെയിനിലേക്കും ഒരു സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിങ് ഫ്രം ദി സെക്കൻഡ് ചെയിൻ ഫ്രം ദ ഹുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ ചെയിനിലേക്കും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. സോ ഈ ചെയിൻ ഫുള്ളായിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യുക. ഞാനിവിടെ സിംഗിൾ ക്രോഷേസ് ചെയ്ത് ചെയിനിൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്കിനി 2 more സ്റ്റിച്ചസ് ആണ് പെൻഡിങ്. സോ അവിടെയും സിംഗിൾ ക്രോഷേ ചെയ്ത് റൗണ്ട് ഫിനിഷ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം യാൺ കട്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് ചെയിൻ 1 ചെയ്ത് എൻഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഗ്രീൻ യാൺ വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അടുത്തത് റൗണ്ട് 3. ഇവിടെ ഗ്രീൻ യാണാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീൻ യാണ് ഫസ്റ്റ് നമുക്ക് വൈറ്റ് ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഗ്രീന് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഈ ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്കാണ് നമ്മൾ ഗ്രീൻ അറ്റാച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് ഇട്ട് ഹുക്കിലേക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം കൊണ്ടുവന്ന് യാണിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഈ ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്കാണ് ഗ്രീൻ യാൺ അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ചെയിൻ 3 ചെയ്യുക. 1 2 3. ചെയിൻ 3 ചെയ്തതിന് ശേഷം 2 സിംഗിൾ ക്രോഷേ സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് 2 സിംഗിൾ ക്രോഷേ ആൻഡ് തേർഡ് സിംഗിൾ ക്രോഷയിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, 1 2 സിംഗിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് സിംഗിൾ ക്രോഷയിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. then a chain 1 and again a double crochet into the same stitch. ഈ സെയിം സ്റ്റിച്ചിലേക്ക് again ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യുക. തേർഡ് സ്റ്റിച്ചിലേക്ക് again a ഡബിൾ ക്രോഷേ. then a chain 1 then again a double crochet into the same stitch. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷേ വെച്ചിട്ട് എൻഡ് ചെയ്യുക. ഓക്കെ, സ്കിപ്പ് 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 ഡബിൾ ക്രോഷേ. അങ്ങനെ എൻറ്റയർ ചെയിനിൽ ഇത് വർക്ക് ചെയ്യുക. ലാസ്റ്റ് ഒരു ഡബിൾ ക്രോഷേ വെച്ച് ഫിനിഷ് ചെയ്യുക.
വി സ്റ്റിച്ച് അഥവാ ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഞാൻ ഈ ചെയിനിൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. അതിനുശേഷം എഗെയിൻ ഡു 1 more വി സ്റ്റിച്ച് ഹിയർ. ഓക്കെ, ചെയിൻ 1 ഡബിൾ ക്രോഷ്യ. അതിനുശേഷം ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്ത് റൗണ്ട് ഫിനിഷ് ചെയ്യുക. Do 1 double crochet to the last stitch. Okay, അതിനുശേഷം ഗ്രീൻ യാണ് കട്ട് ചെയ്ത് ചെയിൻ 1 ചെയ്ത് ഫിനിഷ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് റൗണ്ട് 4. റൗണ്ട് 4ൽ തുളിപ്പ് ഫ്ലവേഴ്സ് ആണ് ചെയ്യുന്നത്. അതിനായി ഞാനിവിടെ പിങ്ക് കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യാൺ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് നമുക്കിനി ഈ പിങ്ക് കളർ ഗ്രീൻ കളർ യാണിലേക്ക് അറ്റാച്ച് ചെയ്യണം. അതിനായി ഞാൻ മുൻപ് കാണിച്ച ടെക്നിക്ക് പോലെ ഐദർ ഹുക്കിലേക്ക് ഫസ്റ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഗ്രീൻ കളറിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഒരു ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. സോ അതിനായിട്ട് ഫസ്റ്റ് നമ്മളിവിടെ ഗ്രീൻ വെച്ച് ചെയ്തിരുന്ന ഒരു ചെയിൻ 3 ആയിരുന്നു. അതിൻ്റെ 3rd ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുക. 1 2 3 3rd ചെയിനിലേക്ക് ആണ് പിങ്ക് അറ്റാച്ച് ചെയ്യുന്നത്. അതിനായിട്ട് ഹുക്ക് 3rd ചെയിനിലേക്ക് കയറ്റിയതിന് ശേഷം പുൾ ത്രൂ ചെയ്യുക, പിങ്ക് ചെയ്യാൻ. പിന്നീട് ഒരു ചെയിൻ 3 ചെയ്യുക. 1 2 3. ഓക്കെ, അതിനുശേഷം നമ്മൾ വി സ്റ്റിച്ചസിലേക്ക് പോപ്കോൺ സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് 5 ഡബിൾ ക്രോഷ്യേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ 5 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. 1 2 3 4 and 5. 5 ഡബിൾ ക്രോഷ്യേസ് ചെയ്തതിന് ശേഷം ലൂപ്പ് ജസ്റ്റ് ഒന്ന് കുറച്ച് വരച്ചതിന് ശേഷം ഹുക്ക് പുറത്തെടുക്കുക. ഓക്കെ, സോ ദിസ് ഈസ് 5. 1 2 3 4 5. നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത് ഡബിൾ ക്രോഷ്യയുടെ മുകളിലുള്ള സ്റ്റിച്ചിലേക്ക് ഹുക്ക് കയറ്റുക. അതിനുശേഷം ഈ ലൂപ്പിലൂടെ ഹുക്ക് കയറ്റി ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ദിസ് ഈസ് അവർ ഫസ്റ്റ് പോപ്കോൺ സ്റ്റിച്ച്. ദെൻ ചെയിൻ 2. ഓക്കെ, നെക്സ്റ്റ് വി സ്റ്റിച്ചിലേക്ക് നെക്സ്റ്റ് പോപ്കോൺ ചെയ്യുക. അതിനായിട്ട് അഗെയിൻ ഡു 5 ഡബിൾ ക്രോഷ്യ. ദിസ് ഈസ് മൈ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. 1 2 3 4 and 5. 5 ഡബിൾ ക്രോഷ്യേസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ മുകളിലെ സ്റ്റിച്ചിലൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ദിസ് ഈസ് മൈ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. അതിൻ്റെ മുകളിലെ സ്റ്റിച്ച് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നിർത്തിയ സ്റ്റിച്ചിൻ്റെ ലൂപ്പ് ഇതിലൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഓക്കെ, ദെൻ അഗെയിൻ ചെയിൻ 2 5 ഡബിൾ ക്രോഷ്യ ആൻഡ് റിപ്പീറ്റ് ദ പ്രോസസ്സ്. നമ്മൾക്കിനി ഒരു വി സ്റ്റിച്ചും കൂടാണ് പെൻഡിങ് ഉള്ളത്. സോ ലാസ്റ്റ് തുളിപ്പ് ചെയ്തതിന് ശേഷം അല്ലെ പോപ്കോൺ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയിൻ 2 yarn over. This is my first double crochet. 1 2 3 4 and 5 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ലൂപ്പ് കുറച്ച് വലിച്ചു വെക്കുക. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ 1 2 3 4 5. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ മുകളിലുള്ള സ്റ്റിച്ചിലൂടെ ഹുക്ക് കയറ്റിയതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് തുളി ഫ്ലവറും പോപ്കോൺ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ദെൻ ചെയിൻ 2 ചെയ്തതിന് ശേഷം നമ്മൾ റൗണ്ട് 3യിൽ ലീഫിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്താണ് നിർത്തിയത്. ആ ഡബിൾ ക്രോഷ്യയിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്ത് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്ത് ഈ റൗണ്ടും ഫിനിഷ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഞാൻ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് ചെയിൻ 1 ചെയ്ത് ഫിനിഷ് ചെയ്യുക.
നെക്സ്റ്റ് ഈസ് റൗണ്ട് 5. റൗണ്ട് 5 നമ്മൾ അഗെയിൻ വൈറ്റ് കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ വൈറ്റ് കളർ യാണ് ഞാൻ പിങ്കിലേക്ക് അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് ഹുക്കിൽ ഫസ്റ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ യുവർ ചോയ്സ് ആണത്. സോ ഇവിടെ നമ്മൾ ചെയിൻ 3 ആയിരുന്നു ആദ്യം ചെയ്തത്. 1 2 3. ഈ തേർഡ് ചെയിനിലേക്കാണ് വൈറ്റ് കളർ യാണ് കൊണ്ടുവന്ന് ഫസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നത്. അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്തിട്ട് ഈ സെയിം സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ 2 പോപ്കോൺ സ്റ്റിച്ചിൻ്റെ ഇടയിലേക്ക് 3 സിംഗിൾ ക്രോഷേസ് ചെയ്യുക. എനിക്ക് ഈ ടെയിലിൻ്റെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാം. അപ്പോൾ അത് വീവ് ചെയ്ത് കിട്ടണം. സോ ഇവിടേക്ക് 3 സിംഗിൾ ക്രോഷേസ് ചെയ്യുക. 1 2 ആൻഡ് 3. ഇനി നെക്സ്റ്റ് പോപ്കോൺ സ്റ്റിച്ചസിൻ്റെ ഇടയിലേക്ക് 3 സിംഗിൾ ക്രോഷേസ് എഗെയിൻ ചെയ്യുക. 1 2 ആൻഡ് 3. സോ ഇങ്ങനെ പോപ്കോൺ സ്റ്റിച്ചസിൻ്റെ എല്ലാ ഇടയിലേക്ക് 3 സിംഗിൾ ക്രോഷേസ് വീതം ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് ചെയിൻ 2 സ്പേസിലും 3 സിംഗിൾ ക്രോഷേസ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഈ ലാസ്റ്റ് ഡബിൾ ക്രോഷയുടെ മുന്നേ ആയിട്ട് 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. അതിനുശേഷം ചെയിൻ 1 ചെയ്യുക. ദെൻ ടേൺ ചെയ്തിട്ട് ഈ ഡബിൾ ക്രോഷയുടെ സ്പേസിലേക്ക്, ഡബിൾ ക്രോഷയുടെ സ്ഥലത്തേക്ക് എഗെയിൻ ചെയിൻ 3 ചെയ്യുക. ഓക്കെ, 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1, ദെൻ ഈ ഡബിൾ ക്രോഷയുടെ സ്പേസിലേക്ക് ചെയിൻ 3 ചെയ്യുക. നമ്മൾ ഈ വർക്ക് ടേൺ ചെയ്ത് സൈഡിലേക്കുള്ള പോർഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഗ്രീൻ യാൺ വെച്ച് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്ത സ്പേസിലേക്ക് 3 സിംഗിൾ ക്രോഷേസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഈ ചെയിൻ 1 സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ചെയിൻ 1, ടേൺ അവർ വർക്ക്, ദെൻ എഗെയിൻ സിംഗിൾ ക്രോഷേ ടു ഈ സിംഗിൾ ക്രോഷേ. എല്ലാ സിംഗിൾ ക്രോഷയിലേക്ക് ഓരോ സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സിംഗിൾ ക്രോഷേ എത്തിയതിന് ശേഷം എഗെയിൻ ചെയിൻ 1. ഓക്കെ, റിഡക്ഷൻ ചെയ്യാനായിട്ട് ടേൺ ചെയ്യുക വർക്ക്. ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലൂടെ കയറ്റി യാൺ പുൾ ത്രൂ ചെയ്തെടുക്കുക. ഹുക്കിൽ തന്നെ വയ്ക്കുക. എഗെയിൻ സെക്കൻഡ് സ്പേസിലൂടെ കയറ്റി യാൺ പുൾ ത്രൂ ചെയ്യുക. ആൻഡ് ഓൾ 3 ലൂപ്സിലൂടെ ഹുക്ക് യാൺ ഓവർ ചെയ്ത് പാസ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് റിഡക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് സ്പേസസിലേക്ക് സിംഗിൾ ക്രോഷേസ്, നെക്സ്റ്റ് സ്റ്റിച്ചസിലേക്ക് സിംഗിൾ ക്രോഷേ റിപ്പീറ്റ് ചെയ്യുക. ലാസ്റ്റ് 2 സ്റ്റിച്ചിൽ എഗെയിൻ റിഡക്ഷൻ ചെയ്യുക. ഓക്കെ, ഇനി 2 മോർ സ്റ്റിച്ചസ് ആണ്. സോ ഇവിടെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് റിഡക്ഷൻ ചെയ്യുക. എഗെയിൻ ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. സോ ഫസ്റ്റ് നമ്മളിവിടെയും റിഡക്ഷൻ ഓർ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷേ ഡിക്രീസ് ചെയ്യാനായിട്ട് 2 സ്റ്റിച്ചസിലേക്ക് ഹുക്ക് കയറ്റി യാൺ പുൾ ത്രൂ ചെയ്തെടുത്തതിന് ശേഷം സിംഗിൾ ക്രോഷേ ചെയ്ത് ഫിനിഷ് ചെയ്യുക. നെക്സ്റ്റ് ഒരു സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക. എഗെയിൻ 2 മോർ സ്റ്റിച്ചസ് ആണ് ഇവിടെ പെൻഡിങ് ഉള്ളത്, അവിടെ ഡിക്രീസ് ചെയ്യുക. ഓക്കെ,
അതിനുശേഷം യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്ത് റെഡ്യൂസ് ചെയ്യുക. ദെൻ എഗെയിൻ ചെയിൻ 1 ആൻഡ് ടേൺ ഓവർ വർക്ക്. എഗെയിൻ ഇവിടെയും ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അതിനായി ഫസ്റ്റ് 2 സ്റ്റിച്ചസിലേക്ക് ഡിക്രീസ് നടത്തുക. അതിന് ശേഷം നോക്കുമ്പോൾ നമുക്കിവിടെ 1 മോർ സ്റ്റിച്ചാണ് പെൻഡിങ് ഉള്ളത്. സോ എഗെയിൻ സെയിം സ്റ്റിച്ചിലേക്ക് കയറ്റി യാൺ പുൾ ത്രൂ ചെയ്തെടുക്കുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് കയറ്റി യാൺ പുൾ ത്രൂ ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, ദെൻ എഗെയിൻ ചെയിൻ 1 ആൻഡ് ടേൺ ഓവർ വർക്ക്. ഇനി നെക്സ്റ്റ് 2 സിംഗിൾ ക്രോഷേസാണ് ഇവിടെ ഉള്ളത്. ആ 2 സിംഗിൾ ക്രോഷയിലൂടെയും യാൺ കയറ്റി സിംഗിൾ ക്രോഷേ ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ് ചെയിൻ ആണ് ചെയ്യുന്നത്. ഒരു ചെയിൻ 50 ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെഡ് ബാൻഡിന് എത്രയാണോ ലെന്ത് വേണ്ട അതിനനുസരിച്ചിട്ട് ചെയിൻ ഇവിടെ ചെയ്യാവുന്നതാണ്. ഓക്കെ, 1 2 3 4 5 ചെയിൻ 50 ചെയ്തതിന് ശേഷം എഡ്ജിൽ നിന്ന് ചെയിൻ 3 ചെയ്യുക. 1 2 3. അതിനുശേഷം ഡബിൾ ക്രോഷേ ടു ദ 50th ലാസ്റ്റ് ചെയിൻ. 50ാമത്തെ ചെയിനിലേക്ക് വന്ന് ഡബിൾ ക്രോഷേ ചെയ്യുക. Then again chain 3 and slip stitch to the same chain, and ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് 5 petals ഉണ്ടാക്കുക. ചെയിൻ 3, ഡബിൾ ക്രോഷേ, then again a chain 3 and then slip stitch to the same chain. സോ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് 5 പെറ്റൽസ് ഉണ്ടാക്കുക. ഫൈനലി ഞാനിവിടെ 5 പെറ്റൽസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ചെയിൻ 1 ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഫിനിഷ് ചെയ്തതിന് ശേഷം ഒരു നീഡിലെടുത്തിട്ട് യാൺ വൃത്തിയായിട്ട് വീവ് ചെയ്ത് ട്രിം ചെയ്യുക. ഓക്കെ, വീവ് ചെയ്ത് കട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ടെയിൽ എൻഡിലെ ഫ്ലവർ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ എൻഡിലുള്ള ഈ വീവ്സ് എല്ലാം ഇതേപോലെ തന്നെ വീവ് ചെയ്ത് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് എടുക്കാം. നമ്മുടെ ഹെഡ് ബാൻഡിൻ്റെ ഒരെൻഡ് ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് എൻഡ് ഫിനിഷ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് വൈറ്റ് കളർ യാൺ എടുത്ത് എൻഡിലേക്ക് അറ്റാച്ച് ചെയ്യും. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് എൻഡ്. നെക്സ്റ്റ് എൻഡിൻ്റെ ഫ്രണ്ട് സൈഡ് എടുക്കുക. അതിനുശേഷം വൈറ്റ് കളർ യാൺ എടുത്ത് ഞാനിവിടെ ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ്. ഹുക്കിലൂടെ കയറ്റുക. ഒരു ചെയിൻ 1 ചെയ്യുക. ഓക്കെ, ഇതിവിടെ അറ്റാച്ച് ആയിരിക്കുകയാണ്. അതിനുശേഷം സിംഗിൾ ക്രോഷേ ടു ദി സെയിം ചെയിനിലേക്ക് ഞാൻ ഒരു വട്ടം സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. നെക്സ്റ്റ് ഗ്രീൻ യാണിൻ്റെ സ്പേസ് ആണ്. അവിടേക്ക് ഞാൻ 3 സിംഗിൾ ക്രോഷേസ് ആണ് ചെയ്യുന്നത്. 1 2 and 3. അതിനുശേഷം പിങ്ക് യാണിൻ്റെ പ്ലേസിലേക്ക് ഞാൻ അഗെയിൻ 3 സിംഗിൾ ക്രോഷേസ് ചെയ്യുന്നു. 1 2 and 3. പിന്നീട് ലാസ്റ്റ് വൈറ്റ് യാണിൻ്റെ ലാസ്റ്റ് ഓക്കെ വൈറ്റ് യാണിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് കയറ്റിയതിന് ശേഷം 1 മോർ സിംഗിൾ ക്രോഷേ. ഓക്കെ,
ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്തതിന് ശേഷം നമ്മുടെ വർക്ക് ടേൺ ചെയ്യുക. ടേൺ ചെയ്തതിന് ശേഷം ഈ സിംഗിൾ ക്രോഷേസിലെല്ലാം ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. ഇവിടെ മൊത്തം 8 സിംഗിൾ ക്രോഷേസ് ആണുള്ളത്. എല്ലാ സിംഗിൾ ക്രോഷേസിലേക്കും സിംഗിൾ ക്രോഷേ ചെയ്യുക. ലാസ്റ്റ് സിംഗിൾ ക്രോഷേയിലേക്കും സിംഗിൾ ക്രോഷേ ചെയ്യുക. അതിനുശേഷം ചെയിൻ 1 ചെയ്യുക. ഇനി നെക്സ്റ്റ് ഡിക്രീസ് ആണ്. ഓക്കെ, ഡിക്രീസ് അല്ലെ റിഡക്ഷൻ ആണ്. അതിനായിട്ട് ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് ഹുക്ക് കയറ്റി യാൺ പുൾ ത്രൂ ചെയ്യുക. സെക്കൻഡ് ക്രോഷയിലേക്ക് കയറ്റി പുൾ ത്രൂ ചെയ്തതിന് ശേഷം യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ഓൾ ദീസ് 3 ലൂപ്സ്. അതാണ് ഫസ്റ്റ് ഡിക്രീസ്. ദെൻ മിഡിലുള്ള സിംഗിൾ ക്രോഷേസിലെല്ലാം സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇവിടെ ഒരു 4 സിംഗിൾ ക്രോഷേസ് കാണും. അതിനുശേഷം എഗെയിൻ ഡിക്രീസ് ആണ്. ഓക്കെ, ഡിക്രീസ് സിംഗിൾ ക്രോഷേ ഡിക്രീസ് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. അതിനുശേഷം ചെയിൻ 1 and turn the work. Turn ചെയ്യുക. Again first is decrease, then single crochets in the middle stitches. Okay, then again decrease. വീണ്ടും സെയിം പ്രോസസ്സ്. ചെയിൻ 1 and start with a decrease, then again one more decrease, chain 1. Okay, now we have only 2 stitches ഉള്ളൂ. സോ ഇവിടെ ഡിക്രീസ് ചെയ്യുക. നമ്മുടെ റിഡക്ഷൻ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു ചെയിൻ 1ലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇനി നമ്മൾ നമ്മുടെ ഇഷ്ടാനുസരണം ചെയിനാണ് ചെയ്യുന്നത്. സോ ഞാനിവിടെ അതർ സൈഡിൽ 50 ചെയിനാണ് ചെയ്തിരിക്കുന്നത്. സോ ഈ സൈഡിലും ചെയിൻ 50 ചെയ്യുന്നു. ചെയിൻ 50 ചെയ്തേച്ച് ഫ്ലവർ ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഓക്കെ, 1 2 3 4 ചെയിൻ 50 ചെയ്തിരിക്കുകയാണ്. ചെയിൻ 50 ചെയ്തതിന് ശേഷം ചെയിൻ 3 ചെയ്യുക. 1 2 and 3 ചെയ്തതിന് ശേഷം ഡബിൾ ക്രോഷേ ടു ദി ചെയിൻ 50 അല്ലെങ്കിൽ തേർഡ് ലാസ്റ്റ് ചെയിൻ 50യിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. അതിനുശേഷം ചെയിൻ 3, then again slip stitch to this same stitch, സെയിം ചെയിൻ 50യിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് പെറ്റൽ ഇവിടെ ഫോം ചെയ്തിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് അഗെയിൻ ചെയിൻ 3, ഡബിൾ ക്രോഷേ, അഗെയിൻ ചെയിൻ 3, സ്ലിപ്പ് സ്റ്റിച്ച് ടു ദി സെയിം സ്റ്റിച്ച്, സെക്കൻഡ് പെറ്റൽ ഫോം ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ 5 പെറ്റൽസ് ആണ് വർക്ക് ചെയ്യുന്നത്. നീഡിലെടുത്ത് യാണിൻ്റെ എൻഡ് ബാക്കിലേക്ക് വീവ് ചെയ്ത് ട്രിം ചെയ്ത് ഫിനിഷ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ തുളിപ്പ് ഹെഡ് ബാൻഡ് ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാനൊരു അഡൽട്ട് സൈസിലാണ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അവരുടെ ഹെഡ് ബാൻഡിൻ്റെ അല്ലെങ്കിൽ ഹെഡിൻ്റെ സൈസ് എടുത്തതിന് ശേഷം അതിനനുസരിച്ചിട്ട് ഈ സ്റ്റിച്ചസിൽ കൗണ്ടിൽ മാറ്റം വരുത്തി ഉണ്ടാക്കാവുന്നതാണ്. സോ ബേസ് സ്റ്റിച്ചിന് ഞാൻ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഓഫ് 3+2 ആണ് ചെയ്യുന്നത്. പിന്നീട് ചെയിനിൻ്റെ ലെന്ത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചെയ്യാവുന്നതാണ്. സോ ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്ലീസ് ഡു കമൻറ്റ്. താങ്ക് യു.